തിരുവനന്തപുരത്ത് കേസുവിന്റെ സമരത്തെ അതിക്രൂരമായാണ് പോലീസ് നേരിട്ടത്. എങ്ങനെ ഇതിന് വിലയിരുത്താം? തീർച്ചയായും നിയമസഭയിലേക്ക് കേസ് നടത്തിയ മാർച്ചിനെ അതിക്രൂരമായ തരത്തിലാണ് പോലീസ് നേരിട്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നിയമസഭാ മാർച്ചിലെ അണിനിരന്നു. കേസുവിന്റെ ഇന്ദ്രനീല പൊൻപതാക കയ്യിലെടുത്തുകൊണ്ടായിരുന്നു ഈ സമരം. കേസു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. അതായത് KSU സമരത്തെയും യൂത്ത് കോൺഗ്രസ് സമരത്തെയും അതിക്രൂരമായി പോലീസ് മർദ്ദിക്കുന്നതിൽ പ്രതിഷേധിച്ച് ആണ് KSU ഇത്തരത്തിൽ നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്തി. അതോടൊപ്പം തന്നെ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്ന MLA മാരായ TGS അനീഷ് കുമാറിനും AKM അഷ്റഫിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സമരം. നമുക്കവിടെ ഈ സമരത്തിൽ കാണാൻ കഴിഞ്ഞത് KSUവിന്റെ വനിതാ പ്രവർത്തകന്മാരെ പുരുഷ പോലീസുകാർ കാലിൽ തൂക്കി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കേരളീയ സമൂഹം കണ്ടിരിക്കുകയാണെന്ന്. നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു, പോലീസ് ലാത്തിചാർജ് നടത്തി. വിദ്യാർത്ഥികളുടെ തലയ്ക്ക് അതിക്രൂരമായ രൂപത്തിൽ ആക്രമിക്കുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്ത് ഇന്ന് കാണാൻ കഴിഞ്ഞു. തീർച്ചയായും തലയ്ക്ക് അടിക്കരുതെന്ന് കൃത്യമായി പോലീസ് ആക്ടിലുണ്ട്. ആ പോലീസ് ആക്ടിനെ മറികടന്ന് രാഷ്ട്രീയ വിരോധം വെച്ച് CPM-നകത്തെ ചില ആളുകൾ, പഴയകാല SFI നേതാക്കന്മാർ പോലീസിൽ വന്നു. അവർ കൃത്യമായി ഇന്ന് അവിടെ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ അവരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് KSUവിന്റെ സമരത്തെ അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിച്ചത്. വളരെ വൈകാരികമായ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചാണ് KSU ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് പീച്ചിയിലെ കസ്റ്റഡി മർദ്ദനം, അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ KSU വിദ്യാർത്ഥികളെ, KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം, സംസ്ഥാനത്തെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് KSUവിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ മാർച്ച് തുടക്കം മുതൽ തന്നെ അതിവൈകാരികമായാണ് വിദ്യാർത്ഥികൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. കാരണം തങ്ങളുടെ സഹപ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കുന്ന പോലീസിന്റെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഓരോ KSU പ്രവർത്തകരും പറയുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ട് അതിവൈകാരികമായാണ് വിദ്യാർത്ഥികൾ ഈ സമരത്തിനെത്തിയതെന്ന് പോലീസുകാർക്ക് കൃത്യമായി അറിയാം. ആ വൈകാരികമായ സമരത്തെ പോലീസ് നേരിട്ട രീതി പ്രാകൃതമായ രീതിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വളരെ ആസൂത്രിതമായി വനിതാ KSU പ്രവർത്തകരെ പോലീസ് ലാത്തികൊണ്ട് മർദ്ദിക്കുന്നു. അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകരുടെ തലക്കടിക്കുന്നു, കഴുത്തിന് മർദ്ദിക്കുന്നു. കാലിന്റെ താഴെ മാത്രമേ ലാത്തികൊണ്ട് അടിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് നിയമത്തിൽ വ്യക്തമാക്കുന്നത്. ആ പോലീസ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി തോന്നിയ പോലെ മർദ്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ പറന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എവിടെ നിന്നോ ശേഖരിച്ച വെള്ളം KSU പ്രവർത്തകരുടെ ദേഹത്തേക്ക് നിരവധി തവണ, എണ്ണാൻ കഴിയാത്ത തരത്തിൽ നിരവധി തവണയാണ് ജലപീരങ്കി ഉപയോഗിച്ചത്. ആ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ഇത് മൂക്കിലൂടെ തലച്ചോറിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ നടപടികൾ ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിക്കണം. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും DGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതിയുമായി പോകാനാണ് KSUവിന്റെ തീരുമാനം. കേരളത്തിൽ ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ, സമരത്തിൽ പങ്കെടുത്ത KSU പ്രവർത്തകരെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ KSU പ്രസ്ഥാനം നിരവധിയായ സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിലെ വിദ്യാർത്ഥി മനസ്സുകളിൽ ഇടം പിടിച്ച പ്രസ്ഥാനമാണ്. 1957 ആലപ്പുഴയിൽ രൂപീകൃതമായി AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും MA സമദും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രൂപം നൽകിയ ഈ പ്രസ്ഥാനത്തിന് നിരവധിയായ സമരത്തിന്റെ ചരിത്രമുണ്ട്. ഒരണ സമരത്തിലൂടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് യാത്രാവകാശം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ് KSU പ്രസ്ഥാനം. ആ KSU പ്രസ്ഥാനത്തെ ലാത്തി കൊണ്ട് അങ്ങ് ആക്രമിച്ച് KSUവിന്റെ സമരവീര്യത്തെ കെടുത്താമെന്ന് പോലീസുകാർ കരുതുന്നത് തെറ്റാണ്. പോലീസ് മർദ്ദനത്തിനിരയായി ക്രൂരമായ പോലീസ് ഇരയായി ജീവൻ ത്യജിക്കേണ്ടി വന്ന തേവല മുരളി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ പ്രസ്ഥാനമാണ് KSU. യാത്രാവകാശ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ നൽകിയ പേരാമ്പ്ര CKG കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന അറക്കൽ സജീവിന്റെ പ്രസ്ഥാനമാണ് KSU. അതോടൊപ്പം തന്നെ പയ്യന്നൂരിൽ CPM കാബാലികർക്കെതിരെ നെഞ്ചുവിരിച്ച് മാടായി കോളേജിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഇന്ദ്രനീല പൊൻപതാക പാറിപ്പറപ്പിച്ചതിന്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കപ്പെട്ട KP സജിത്ലാലിന്റെ പ്രസ്ഥാനമാണ്. ചാലക്കുടിയിലെ ഫ്രാൻസിസിന്റെ പ്രസ്ഥാനമാണ്. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രമുറ്റത്ത് പിടങ്ങി വീട് മരിച്ച സുധാകർ ഷേണായുടെ അക്കിത്തായിയുടെയും പ്രസ്ഥാനമാണ് KSU. ആ KSU പ്രസ്ഥാനത്തിന്റെ സമരവീര്യത്തെ പോലീസിനെ ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യാമെന്ന് കേരളത്തിൽ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല, വിഡ്ഢികളുടെ നരകത്തിലാണ് ജീവിക്കുന്നത്. കാരണം നിരവധിയായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി നിരവധിയായ നേതാക്കന്മാരുടെ ജീവനും ജീവിതവും കൊണ്ട് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്റെ സമരവീര്യം ഒട്ടും കുറയില്ല എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയണം. വളരെ ന്യായമായ ആവശ്യം ഉന്നയിച്ചാണ്
KSU നിയമസഭയിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയത്. അതായത് വൈകാരികമായ ഒരു വിഷയം. പോലീസ് സ്റ്റേഷനിൽ നീതി തേടി പോലീസ് സ്റ്റേഷനിലെത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യം കേരളം വിറങ്ങലോടെ കണ്ടതാണ്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ KSUവിന്റെ പ്രവർത്തകന്മാരെ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത് കേരളം കണ്ടതാണ്. പീച്ചി പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനം. ഇങ്ങനെ നിരവധിയായ കേരളത്തിൽ പോലീസ് രാജ് നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ അതിന് തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് KSU മാർച്ച് നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ AKM അഷ്റഫും TJ സനീഷ് കുമാറും സത്യാഗ്രഹ സമരം ഇരിക്കുകയാണ്. ഈ രണ്ട് MLA-മാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകന്മാർ സമരവുമായി നിയമസഭയ്ക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിയമസഭയ്ക്കകത്തേക്കല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്തെ വീട്ടിലേക്ക് സമരം നടത്താൻ കഴിയില്ലെന്ന് പോലീസ് മനസ്സിലാക്കണം. ഇത്തരത്തിൽ KSUവിന്റെ സമരത്തെ തെരുവീതിയിൽ തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാന തലസ്ഥാനത്ത് ആക്രമിച്ച് അങ്ങ് സമരത്തെ ഇല്ലാതാക്കാമെന്ന് പിണറായി വിജയനും പോലീസും കരുതുന്നുണ്ടെങ്കിൽ 14 ജില്ലാ ആസ്ഥാനത്തും മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിലും സമരവുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം KSUവിന്റെ സമര പോരാട്ടങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു പാഠപുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പാഠപുസ്തകം പിൻവലിപ്പിച്ച പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് KSU പ്രസ്ഥാനം. അന്ന് കേരളം കണ്ട ഏറ്റവും വലിയ സമരത്തിന് സാക്ഷ്യം വഹിച്ച KSUവിന്റെ സമരമുണ്ടായിരുന്നു. മുഴുവൻ സമര കേന്ദ്രങ്ങളിലും KSU പ്രവർത്തകന്മാരുടെ തലയടിച്ച് പൊട്ടിച്ച് അല്ലെങ്കിൽ KSU പ്രവർത്തകന്മാരെ അതിക്രൂരമായി ആക്രമിച്ച് അവരെ ജയിലിൽ അടച്ച് പൊതുമുതൽ നശിപ്പിച്ചെന്ന കള്ളക്കേസ് ചുമത്തി സംസ്ഥാനത്തെ ജയിലുകൾ KSU പ്രവർത്തകന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടും ഒരു സമരവീരം ചോരാതെ കേരളത്തിന്റെ തെരുവീതികളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയും മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പാഠം ആ പുസ്തകത്തിൽ നിന്ന് പിൻവലിപ്പിച്ചതിന് ശേഷം മാത്രം സമരം അവസാനിപ്പിച്ച ചരിത്രമാണ് KSUവിന്റെ സമരം. വിദ്യാർത്ഥികൾക്ക് യാത്രാവകാശം നൽകാതെ വിദ്യാർത്ഥികളുടെ യാത്രാ ചാർജ് വർദ്ധിച്ചപ്പോൾ 1957 ബോട്ടിലെ യാത്രാ ചാർജ് വർദ്ധിപ്പിച്ചപ്പോൾ ആ ബോട്ട് യാത്രാ ചാർജ് കുറയ്ക്കാൻ വേണ്ടി ഒരാളെ സമരം നടത്തി സർക്കാരിനെ കൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ ചാർജ് കുറപ്പിക്കുകയും ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സിലും KSRTC ബസ്സിലും അനുഭവിക്കുന്ന കൺസെഷൻ KSUവിന്റെ സമരത്തിന്റെ ഭാഗമായി ലഭിച്ചതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായ ബോധ്യമുണ്ട്. അത്തരം നിരവധിയായ സമരം കേരളം കണ്ടതാണ്. ഇന്ന് കേരളത്തിലെ അധ്യാപകർക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാതെ, സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കാതെ, അവർക്ക് ശമ്പളം കൊടുക്കാൻ മാനേജ്മെന്റിന് കഴിയാതെ വന്ന സാഹചര്യത്തിൽ, ഒരു കാലത്ത് മാനേജ്മെന്റ് ആയിരുന്നു ശമ്പളം കൊടുത്തിരുന്ന മാനേജ്മെന്റ് ഹൈസ്കൂളിൽ, അന്ന് ആ അധ്യാപകർക്കൊപ്പം വേണ്ടി അല്ലെങ്കിൽ ആ അധ്യാപകർക്കൊപ്പം സമരരംഗത്ത് ഇറങ്ങിയ പ്രസ്ഥാനമാണ് KSU. അധ്യാപകർക്ക് ശമ്പളം വാങ്ങിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് KSU. അങ്ങനെ നിരവധിയായ സമര പോരാട്ടത്തിന്റെ പാരമ്പര്യം പേറുന്ന KSUവിന്റെ കുട്ടികളെ തിരുവനന്തപുരത്ത് അടിച്ചമർത്തി അല്ലെങ്കിൽ അവരുടെ കഴുത്തിനടിച്ചോ അവരുടെ തലയടിച്ചു പൊട്ടിച്ചോ ആ സമരവീര്യം കെടുത്താമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസുകാരും കരുതണ്ട. ഇന്നത്തെ ആ സമരത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ദീപശിഖ, ഇന്ദിരാ പ്രിയദർശിനി കൊളുത്തിയ ദീപശിഖയിലെ അഗ്നിനാളം കൂടുതൽ കരുത്തോടുകൂടി കേരളത്തിന്റെ തെരുവീതികളിൽ അലയടിക്കും. കേരളത്തിലെ KSUവിന്റെ പാരമ്പര്യം ഗാന്ധിസത്തിന്റെ പാരമ്പര്യം മാത്രമല്ല, KSU എല്ലാ തരത്തിലുള്ള സമരവും സമാധാനപരമായി സമരം നടത്തിയ പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ അക്രമാസക്തമായ സമരം നടത്തേണ്ട സാഹചര്യങ്ങളിൽ അക്രമാസക്തമായ സമരം നടത്തിയ പ്രസ്ഥാനമാണ് KSU. ആ KSUവിന്റെ സമര പാരമ്പര്യത്തെ, സമര പോരാട്ടത്തെ ചോദ്യം ചെയ്യാനുള്ള ത്രാണി ഒരു സംഘടനയ്ക്കുമില്ല. അതായത് തിരുവനന്തപുരത്ത് മഞ്ചേശ്വരം അനന്തപൈ ഗവൺമെന്റ് കോളേജ് മുതൽ പാറശാല ഗവൺമെന്റ് കോളേജ് വരെയുള്ള കേരളത്തിലെ ആയിരക്കണക്കായ ക്യാമ്പസുകളിൽ ഒരു അഗ്നിനാളം പോലെ പടർന്നു പന്തലിച്ച് KSUവിന്റെ സമരം കേരളത്തിലെ മന്ത്രിമാർക്ക് തെരുവിലിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ, കേരളത്തിലെ പോലീസുകാർക്ക് സമാധാനപരമായി ജോലി ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ കേരളത്തിലെ KSUവിന്റെ സമരം ആളിപ്പടരാൻ പോവുകയാണ്. ഇന്ന് ഒരു നിയമസഭയിലേക്ക് നടത്തിയ സമരം ഒരു സൂചനാ സമരം മാത്രമാണ്. നിരവധിയായ സമര പോരാട്ടത്തിന്റെ കഥ പറയുന്ന കേരളത്തില്, ജനാധിപത്യ സമര പോരാട്ടത്തിന്റെ കഥകൾ പറയുന്ന കേരളത്തിൽ KSUവിന്റെ വരും ദിവസങ്ങളിലെ സമരം കൂടുതൽ കരുത്താർജിക്കും. അന്ന് ആ സമരത്തിന് മുന്നിൽ കേരളത്തിലെ പോലീസ് എങ്ങനെ പ്രതിരോധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. സമരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സമരം ചെയ്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന, വിദ്യാർത്ഥികളെ തലക്കടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് അദ്ദേഹം നടത്തിയ സമര പോരാട്ടത്തിന്റെ കഥ നിയമസഭയ്ക്കകത്തും പുറത്തും പറയുമ്പോൾ ആ കഥ അദ്ദേഹം മറന്നു പോകരുത്.
കേരളത്തിൽ പോലീസ് രാജ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ സെൽഭരണം, അപ്രഖ്യാപിത സെൽഭരണമാണ് നടക്കുന്നത്. നീതി തേടി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. 8 മാസം മാത്രമാണ് ഈ സർക്കാരിന് ഇനി കാലാവധി ബാക്കിയുള്ളത്. ആ 8 മാസം കൊണ്ട് കേരളത്തിലെ സർക്കാരിനെ കൊണ്ട് ഒരു പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് അതിശക്തമായ സമരമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ 14 ജില്ലകളിലും ദീപശിഖാങ്കിത ഇന്ദ്രനീല പൊൻപതാക കയ്യിലെടുത്ത് KSUവിന്റെ ചെറുപ്പക്കാർ, KSUവിന്റെ വിദ്യാർത്ഥിനികൾ ഒറ്റക്കെട്ടായി കളക്ടറേറ്റുകളും താലൂക്ക് ഓഫീസുകളും മന്ത്രിമന്ദിരങ്ങളും സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള സമരവുമായി രംഗത്തിറങ്ങാൻ പോവുകയാണ്. ആ സമരത്തെ നേരിടുന്നത് ഏത് രൂപത്തിലാണ് നമുക്ക് കണ്ടറിയാം. ഇതേ രൂപത്തിൽ തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ നേരിടാൻ പിണറായി വിജയനും പോലീസും ഉദ്ദേശിക്കുന്നെങ്കിൽ കേരളത്തിന്റെ തെരുവുകൾ യുദ്ധക്കളമായി മാറും. കേരളത്തിലെ സമരം ചോര ചിന്തുന്ന, രക്തം ചിന്തുന്ന സമരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പിണറായി വിജയന് കൃത്യമായി KSUവിനെ കുറിച്ച് അറിയാം. അത്തരത്തിൽ ഒരുപാട് സമരം നടത്തിയ പാരമ്പര്യമുള്ള 50 വർഷത്തിലേറെ പഴക്കമുള്ള പാരമ്പര്യമുള്ള സംഘടനയാണ് KSU. ആ സംഘടനയുടെ സമരവീര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ആ വീറോടുകൂടി, വാശിയോടുകൂടി സർക്കാരിനെ തിരുത്തി എന്ന് സർക്കാർ പറയുന്നത് വരെ, പിണറായി വിജയൻ പറയുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും. KSU മുന്നോട്ട് പോകും. ആ KSUവിന്റെ സമരത്തെ തടയാൻ ചങ്കുറപ്പും ത്രാണിയുമുള്ള ഒരു പോലീസുകാരനും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നത് തന്നെയാണ് ഒരു സത്യം.